RIC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോപ്പർ ട്യൂബുകൾ ബെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്യൂബ് ബെൻഡറിനെ കുറിച്ചാണ്. ഈ തരത്തിലുള്ള ട്യൂബ് ബെൻഡറിനെ അക്യുറേറ്റ് ട്യൂബ് ബെൻഡർ അല്ലെങ്കിൽ ലിവർ ടൈപ്പ് ട്യൂബ് ബെൻഡർ എന്നാണ് പറയുന്നത്. ഇതുപയോഗിച്ച് 0യ്ക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ ട്യൂബ് ബെൻഡർ ഉപയോഗിച്ച് നമ്മളൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 6.35 mm ഡയമീറ്ററുള്ള ഒരു കോപ്പർ ട്യൂബാണ് ബെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/4 ഇഞ്ച് ഡയമീറ്ററുള്ള കോപ്പർ ട്യൂബുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റെഫ്രിജറേറ്ററുകൾ, വിൻഡോ AC, സ്പ്ലിറ്റ് AC എന്നീ ഉപകരണങ്ങളിലാണ്. മുൻപ് കാണിച്ച ട്യൂബ് ബെൻഡർ ഉപയോഗിച്ച് നമുക്ക് 3/8 ഇഞ്ച് ഡയമീറ്റർ വരെയുള്ള കോപ്പർ ട്യൂബുകൾ ബെൻഡ് ചെയ്യാൻ പറ്റും. ഈ കാണിച്ചിരിക്കുന്ന കോപ്പർ ട്യൂബിൽ ഒരു 180 ഡിഗ്രി യു ബെൻഡാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ട്യൂബ് ബെൻഡർ ഈ രീതിയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിൻ്റ് 0 എന്ന മാർക്കിങ്ങിന് താഴെ വരുന്ന രീതിയിൽ ഈ രീതിയിൽ വയ്ക്കുക. അതിനുശേഷം മുകളിലത്തെ ലിവർ താഴേക്ക് നമ്മൾ മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ട്യൂബ് വളഞ്ഞു തുടങ്ങും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനത്തിൽ മാത്രം ചെയ്യാം. പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പർ ട്യൂബ് ആ ട്യൂബ് ബെൻഡറിൻ്റെ ഉള്ളിൽ നിന്നും തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബെൻഡ് കിട്ടാതെ വരും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ സാവധാനത്തിൽ മുകളിലത്തെ ലിവർ താഴേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ 0 എന്ന മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ അവിടെ വെച്ച് ട്യൂബ് ബെൻഡാകുന്ന കാണാം. അപ്പോൾ ഇപ്പോൾ 90 ഡിഗ്രി ബെൻഡായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് 180 ഡിഗ്രി ബെൻഡാണ്, അതായത് ഒരു യു ഷേപ്പിലുള്ള ഒരു ബെൻഡാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഈ ട്യൂബ് ബെൻഡറിൻ്റെ ലിവർ ഇടത് ഭാഗത്തേക്ക് ചലിപ്പിക്കുക. അപ്പോൾ ഈ ട്യൂബ് ബെൻഡറിൻ്റെ 2 ലിവറുകളും 2 ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കും. കോപ്പർ ട്യൂബ് പൂർണ്ണമായിട്ടും ബെൻഡായിട്ടുണ്ട്. ഇനി ആ ബെൻഡ് ചെയ്ത ആ പീസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും വളരെ സാവധാനത്തിൽ പുറത്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ ട്യൂബ് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് തന്നെ ട്യൂബ് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് 1/8 ഇഞ്ച് ഡയമീറ്ററുള്ള കോപ്പർ ട്യൂബിലും യു ബെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി 1/8 ഇഞ്ച് ഡയമീറ്ററിൻ്റെ കോപ്പർ ട്യൂബ് ബെൻഡറാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് 1/4 ഇഞ്ച് കോപ്പർ ട്യൂബിലെ 90 ഡിഗ്രി ബെൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പർ ട്യൂബിലും അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്യൂബ് ബെൻഡറിലേക്ക് കോപ്പർ ട്യൂബ് കയറ്റി വെക്കുന്ന സമയത്ത് അതിൽ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് 0 എന്ന് പറയുന്ന പോയിൻറ്റിന് താഴെയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ വേണം നമ്മളിതുപോലെ ബെൻഡ് ചെയ്യാൻ തുടങ്ങാൻ. ഇതേ രീതിയിൽ വലത്തെ കൈ കൊണ്ട് ലിവർ താഴേക്ക് മൂവ് ചെയ്യുക. മൂവ് ചെയ്യുമ്പോൾ അവിടെ 0 എന്ന ഭാഗം 90 ഡിഗ്രി എന്നെഴുതിയിരിക്കുന്ന ആ ഭാഗത്താകുന്ന സമയത്ത് നമ്മൾ ലിവറിൻ്റെ മോഷൻ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതേ രീതിയിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് 90 ഡിഗ്രി ബെൻഡ്. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലിവർ മൂവ് ചെയ്യുമ്പോൾ വളരെ സാവധാനത്തിൽ വേണം നമ്മൾ മൂവ് ചെയ്യാൻ. പെട്ടെന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പർ ട്യൂബിന് അത് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് ബെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ കാണിച്ചിരിക്കുന്ന കോപ്പർ ട്യൂബിലാണ്. ഇത് ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ച് ഔട്ടർ ഡയമീറ്ററുള്ള ഒരു കോപ്പർ ട്യൂബാണ്. ഈ കാണിച്ചിരിക്കുന്ന ട്യൂബ് ബെൻഡറിലാണ് നമ്മൾ ട്യൂബ് ബെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ കാണിച്ച ട്യൂബ് ബെൻഡർ പോലെ തന്നെ ഇതിന് 2 ലിവർ ഉണ്ടാകും. അതിൽ ഔട്ടർ ഡയമീറ്റർ 1/2 ഇഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ 1/4 ഇഞ്ചിൻ്റെ കോപ്പർ ട്യൂബ് ബെൻഡ് ചെയ്ത പോലെ തന്നെ കോപ്പർ ട്യൂബ് ഇതിലും ഒരു പ്രത്യേക രീതിയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വയ്ക്കുക. അപ്പോൾ വയ്ക്കുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് 0 എന്ന് പറയുന്ന പോയിൻറ്റിന് താഴെയാകുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വലത്തെ കൈ കൊണ്ട് വലത്തെ ലിവർ താഴോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ 0 എന്നെഴുതിയ ആ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തൊട്ട് താഴേക്ക് ബെൻഡായിട്ട് വരുന്നത് കാണാം. അപ്പോൾ നമ്മളിതിൽ ഒരു 90 ഡിഗ്രി ബെൻഡാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോയിൻ്റ് 90 ഡിഗ്രി ആകുമ്പോൾ കറക്റ്റ് നിർത്തുക. കോപ്പർ ട്യൂബിൻ്റെ ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് നമുക്ക് 1/4 ഇഞ്ച് കോപ്പർ ട്യൂബ് ബെൻഡ് ചെയ്ത പോലെ ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഒരല്പം ബലം പ്രയോഗിച്ചാൽ മാത്രമേ അത് ബെൻഡാവൂ. ചില തരത്തിലുള്ള കോപ്പർ ട്യൂബിന് ഹാർഡ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ട്യൂബിൽ നമുക്ക് ബെൻഡ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ അതിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ട്യൂബ് നല്ലപോലെ ഒരു ബ്രേസിംഗ് ടോർച്ച് വെച്ച് നല്ലവണ്ണം ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തതിന് ശേഷം അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ചൂടെല്ലാം നഷ്ടപ്പെടും. അതിനുശേഷം നമ്മളിത് വെച്ച് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇതിൽ 90 ഡിഗ്രി ബെൻഡ് ചെയ്തിട്ടുണ്ട്. കോപ്പർ ട്യൂബിൻ്റെ ഡയമീറ്റർ കൂടുന്തോറും നമ്മളത് ബെൻഡ് ചെയ്യാൻ വേണ്ടി ഒരല്പം ശക്തി കൂടുതൽ പ്രയോഗിക്കേണ്ടി വരും. കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയ സിസ്റ്റങ്ങളായ ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സി പോലുള്ള സിസ്റ്റങ്ങളിൽ സക്ഷൻ ലൈനിൻ്റെ ഡയമീറ്റർ വരുന്നത് 5/8 ഇഞ്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ അത് ഹീറ്റാക്കിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ബെൻഡ് ചെയ്യാൻ സാധിക്കൂ. ഇനി നമുക്ക് കോപ്പർ ട്യൂബുകൾ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ആംഗിളിലല്ല ബെൻഡ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് ഈ തരത്തിലുള്ള സ്പ്രിംഗ് ടൈപ്പ് ട്യൂബ് ബെൻഡറാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് കോപ്പർ ട്യൂബുകൾ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ബെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വലത് സൈഡ് നോക്കുക, ഒരു ചോർപ്പ് പോലെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തൂടെയാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് കോപ്പർ ട്യൂബ് കടത്തി വയ്ക്കേണ്ടത്. അതിനുശേഷം കോപ്പർ ട്യൂബ് നമുക്ക് ഏത് രീതിയിലാണോ ബെൻഡ് ചെയ്യേണ്ടത് അതനുസരിച്ച് കൈകൊണ്ട് ഏത് ഡയറക്ഷനിലേക്കും തിരിച്ച് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേ രീതിയിൽ നമുക്ക് റഫായിട്ട് ബെൻഡ് ചെയ്യേണ്ടി വരുന്നത് സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോറിലേക്ക് കണക്ട് ചെയ്യുന്ന 1/4 ഇഞ്ചിൻ്റെ ലൈന്. അപ്പോൾ അങ്ങനെ സ്പേസിൻ്റെ പ്രശ്നമില്ലാത്ത കേസിലാണ് ഇതുപോലത്തെ ട്യൂബ് ബെൻഡറുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റാൻഡമായിട്ട് ഞാനൊരു എസ് ഷേപ്പിലാണ് ആ ട്യൂബ് ബെൻഡ് ചെയ്തത്. ഇനി നമുക്ക് ട്യൂബ് ബെൻഡർ അതിൽ നിന്ന് ഊരിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സ്പ്രിങ് പോലുള്ള ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് പതിയെ തിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് വലിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് ഊരിപ്പോരൂ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 1/4 ഇഞ്ച് കോപ്പർ ട്യൂബിൻ്റെ ട്യൂബ് ബെൻഡറാണ്. കോപ്പർ ട്യൂബിൻ്റെ എല്ലാ ഡയമീറ്ററിലും യൂസ് ചെയ്യാൻ പറ്റിയ സ്പ്രിംഗ് ടൈപ്പ് ട്യൂബ് ബെൻഡറുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ട്യൂബ് ബെൻഡർ ആ ട്യൂബിൽ നിന്നും പൂർണ്ണമായിട്ട് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും കോപ്പർ ട്യൂബ് ബെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്പ്രിംഗ് ടൈപ്പ് ട്യൂബ് ബെൻഡർ. ഇവിടെ കാണിച്ചിരിക്കുന്നത് 5/8 ഇഞ്ച് ഡയമീറ്ററുള്ള കോപ്പർ ട്യൂബിൻ്റെ ട്യൂബ് ബെൻഡറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്യൂബ് ബെൻഡർ ഉപയോഗിക്കുന്ന സമയത്ത് കോപ്പർ ട്യൂബ് നല്ല ഹാർഡായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോപ്പർ ട്യൂബുകൾ ബ്ലോ ലാമ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് അത് തണുത്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. മാർക്കറ്റിൽ പലതരത്തിലുള്ള ട്യൂബ് ബെൻഡേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ മുൻപ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആ ട്യൂബ് ബെൻഡറിൽ നമുക്ക് ഒരു ഡയമീറ്ററുള്ള കോപ്പർ ട്യൂബ് മാത്രമേ കറക്റ്റായിട്ട് ബെൻഡ് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ട്യൂബ് ബെൻഡറിൽ നമുക്ക് 3 ഡയമീറ്ററുള്ള കോപ്പർ ട്യൂബുകൾ ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള കോപ്പർ ട്യൂബ് ബെൻഡറാണ്. ഇതുപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ട്യൂബ് ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന പ്ലാന്റുകളിൽ ഇത്തരത്തിലുള്ള ട്യൂബ് ബെൻഡിങ് മെഷീൻസാണ് ഉപയോഗിക്കുക. ഇത് മാനുവലായിട്ടും ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരല്പം ഡയമീറ്റർ കൂടിയ ഒരു കോപ്പർ ട്യൂബ് ബെൻഡ് ചെയ്യുന്ന ഒരു മെഷീനാണ്. സാധാരണ നമ്മളൊരു ലിവർ ടൈപ്പ് കോപ്പർ ട്യൂബ് കൊണ്ട് ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ആംഗിൾസ് ബെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കോപ്പർ ട്യൂബ് ബെൻഡിങ് മെഷീൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്യൂബ് ബെൻഡറുകളെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡിലെ പുതിയ അറിവുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.